ഉണ്മ എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. US-ഇറാൻ വാർ. ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്. ഇറാൻ ഒരു 15 പോയിന്റ് അടങ്ങുന്ന റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. യുദ്ധം അത് അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് പോകുന്ന ഒരു വാർത്തയാണ് കാണുന്നത്. കൺഫേം ആയിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് ട്രംപ് ഒരു 5 ഡേയ്സിൻ്റെ ഒരു വാറിൻ്റെ പോസ് പ്രഖ്യാപിച്ചത്. ഇറാൻ ഇത് ഡിനേ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വലിയൊരു ഗ്യാപ്പ് അപ്പ് ഇന്നലെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ കൂടിയും സെൻസെക്സ് 1500 പോയിന്റ് ഡീസൻ്റായ രീതിയിൽ മൂവ് ചെയ്തു. പക്ഷേ ഇറാൻ ഡിനേ ചെയ്തത് കൊണ്ട് ഇന്നലെ US മാർക്കറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. പിന്നീട് ഈ ഒരു ന്യൂസ് വന്നപ്പോൾ പോസിറ്റീവായിട്ടുണ്ട്. US ഫ്യൂച്ചറുകളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും എല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് പോകുന്നത്. ഇതിനിടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, നമുക്ക് LPG ഷോർട്ടേജോ ക്രൂഡിൻ്റെ ഷോർട്ടേജോ ഒന്നും ഇല്ല എന്ന് ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തു. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് കണ്ടുവരാം. അതിനുശേഷം ഈ ഓയിൽ പ്രൈസ് ഒന്ന് കൂൾ ഡൗൺ ആയിട്ടുണ്ട്. പെർ ബാരലിന് നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ക്രൂഡിൻ്റെ വിലയെല്ലാം തന്നെ 94 ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരാൻ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് ഒന്ന് കയറി. കാരണം ഈ വാർ ഒന്ന് സോൾവ് ആകുമ്പോൾ ഈ റിസഷൻ സാധ്യതകൾ മാറും. അതുകൊണ്ട് ഗോൾഡ് തിരികെ കയറിയിട്ടുണ്ട്. കുറച്ചൊരു 100 പോയിന്റ് അഥവാ 2.2% കയറി. സിൽവറും കയറി 6% കയറി. ബിറ്റ്കോയിൻ 70,000 തിരികെ എത്തി. ബ്രന്റ് ഓയിൽ കാണാം 2% ഫോളോ ചെയ്തു. നാച്ചുറൽ ഗ്യാസും 1.2% ഫോളോ ചെയ്തു. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 23,205 നമുക്കുള്ള ക്ലോസ് 22,900 ആയിരുന്നു. ഗ്യാപ്പ് അപ്പ് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഡോ ഫ്യൂച്ചർ പ്ലസ് ആണ്, നാസ്ഡാക്ക് ഫ്യൂച്ചർ പ്ലസ് ആണ്. ഏഷ്യ, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ വളരെ പ്ലസ് ആണ്. പിന്നെ ഏറ്റവും താഴെ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ നാസ്ഡാക്കും ഡോയും എല്ലാം തന്നെ നെഗറ്റീവിലായിരുന്നു. അതിനർത്ഥം ഇന്നലെ ക്ലോസ് ആയ നാസ്ഡാക്കും ഡോയും നെഗറ്റീവിലായിരുന്നു, US മാർക്കറ്റ് നെഗറ്റീവായിരുന്നു. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ, നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും പോസിറ്റീവാണ്. ഇത് നമ്മുടെ ഓപ്ഷൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ കോൾ സൈഡിലും പുട്ട് സൈഡിലും അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുട്ട് സൈഡിലും അഗ്രസീവായിട്ട് പുട്ട് ഷോർട്ട് ചെയ്തത് കാണാൻ സാധിക്കും. 22,700, 22,500 റേഞ്ചുകളിൽ എല്ലാം തന്നെ പുട്ട് റൈറ്റിംഗ് ഉണ്ട്. PCR 1 എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ, അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ പുട്ട് സൈഡും തന്നെ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ആളുകൾ ഒട്ടും തന്നെ ബുള്ളിഷ് അല്ലായിരുന്നു. എന്നാൽ ഇന്നലത്തെ ആ ഒരു ഡെവലപ്മെൻറ്റോട് കൂടിയിട്ട് മാർക്കറ്റിൽ ഒരു ചെറിയൊരു ബുള്ളിഷ്നെസ്, ഫ്രഷ് ബൈയിങ്, എസ്പെഷ്യലി ഫിനാൻഷ്യൽ കമ്പനീസിൽ നമ്മൾ കണ്ടിരുന്നു. HDFC ഉൾപ്പെടെയുള്ള ഫിനാൻഷ്യൽ കമ്പനീസ്, അല്ലെങ്കിൽ L&T ഉൾപ്പെടെയുള്ള ഈ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസ്, അല്ലെങ്കിൽ IT സെക്ടറെല്ലാം തന്നെ തിരികെ വരുന്ന കാഴ്ച, അല്ലെങ്കിൽ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് എല്ലാം തന്നെ തിരികെ വരുന്ന കാഴ്ചയെല്ലാം തന്നെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ് ബൈയിങ് ഇപ്പോൾ കാണാൻ സാധിക്കും. അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ PCR 1 തിരികെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു ഡെവലപ്മെൻറ്റ് കാരണം ഏഷ്യൻ മാർക്കറ്റ് പോസിറ്റീവ് ആണ്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അതിനു മുമ്പ് നമുക്ക് ഈ ബിറ്റ്കോയിൻ എല്ലാം തന്നെ നമുക്കിപ്പോൾ കാണാം. 20,000 ബിറ്റ്കോയിൻ്റെ ലെവലുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ബിറ്റ്കോയിനിപ്പോൾ 70,000 ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഞാൻ ബിറ്റ്കോയിൻ്റെ എക്സാക്ട്ലി അതിൻ്റെ ചാർട്ടൊന്ന് ഓപ്പൺ ചെയ്യാൻ 70,757 ബിറ്റ്കോയിൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഒരു ഹയർ ഹൈസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് 70,970 ഈ ബിറ്റ്കോയിൻ്റെ എല്ലാം തന്നെ ഒരു റെസിസ്റ്റൻസ്, വളരെ നിയറസ്റ്റ് റെസിസ്റ്റൻസ് 71,000 നമുക്ക് ഫേസ് ചെയ്തത്. പക്ഷേ 71,000 എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് കാണാൻ 71,000 കൃത്യമായിട്ട് തന്നെ അത് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. പല പല ലെവലുകൾ ഈ നിഫ്റ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റോക്കുകൾ കൂടിയ ആണ് നിഫ്റ്റി വരുന്നത്. എന്നാൽ ബിറ്റ്കോയിൻ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ അസറ്റ് ക്ലാസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ലെവലുകളെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ അത് റെസ്പെക്റ്റ് ചെയ്യാറുണ്ട് ബിറ്റ്കോയിൻ. അപ്പോൾ ബിറ്റ്കോയിനെല്ലാം തന്നെ നമുക്ക് ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇന്ത്യൻ ബ്രോക്കർ എന്ന് പറയുമ്പോൾ INR ഡെപ്പോസിറ്റ് ചെയ്ത് ഈ P2P വഴി USDT ആയിട്ടൊന്നും തന്നെ കൺവേർട്ട് ചെയ്യേണ്ട. അതുകൊണ്ട് ഇന്ത്യൻ ബ്രോക്കർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ITR ഫയൽ ചെയ്യാൻ സാധിക്കും. ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിലാണ് അത് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം, ഉപയോഗപ്പെടുത്താം. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ടാറ്റ സ്റ്റീൽ 1,600 കോടി രൂപയ്ക്ക് ടാറ്റ സ്റ്റീൽ ഹോൾഡിങ്ങിന് അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. NTPC ഗ്രീൻ കമ്പനി ഇവർ എക്സ്ട്രാ ഡേറ്റ ലിമിറ്റഡ് ആയിട്ടൊരു പുതിയ റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റ് ബിസിനസ് സൈൻ ചെയ്തു. വാരീസ് എനർജി കമ്പനി 3,900 കോടി രൂപയ്ക്ക് ഇവരുടെ പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യാൻ എന്നുള്ള ന്യൂസ്. സീഗൾ ഇന്ത്യ കമ്പനി
ഇവർക്ക് 2 ഓർഡർ 298 കോടി രൂപയുടെ 2 ഓർഡർ ലഭിച്ചിട്ടുണ്ട്. BPCL കമ്പനി പുതിയ റിഫൈനറി ഇവർ ഇനാഗ്രേറ്റ് ചെയ്തു, ഉദ്ഘാടനം നടത്തി എന്നുള്ള ന്യൂസ്. കോസ്മിക് CRF കമ്പനിക്ക് 32 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഭാരത് ഇലക്ട്രോണിക്സ് കമ്പനി സെമി കണ്ടക്ടർ ബിസിനസ് എൻഹാൻസ് ചെയ്യാനായിട്ട് അവർ ഇലക്ട്രോ ഒപ്റ്റിക് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. അപ്പോൾ നമുക്ക് വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റ് എത്താം. താങ്ക് യു ആൾ.